വളാഞ്ചേരി നഗരസഭ കൃഷിഭവനിൽ കർഷക ചന്ത ആരംഭിച്ചു. പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM റിയാസ് അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ കമ്പോള വിലയെ നിയന്ത്രിക്കുന്നതിനും കർഷകർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മാന്യമായ വില നൽകി കർഷകരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനുമാണ് കൃഷിഭവനിൽ ചന്ത ആരംഭിച്ചിട്ടുള്ളത്. പച്ചക്കറികൾ, പഴങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ 30% വരെ വിലക്കുറവിൽ ലഭ്യമാകും. 21ഓളം പച്ചക്കറി വിഭവങ്ങളും 12ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കാർഷിക ചന്തയിൽ ലഭ്യമാണ്. കൃഷി ഓഫീസർ ഫസീല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത്, കൗൺസിലർമാരായ ആബിദ മൻസൂർ, ബദറിയ മുനീർ, ADC അംഗം അജി കോട്ടിരി തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശ് നന്ദി പറഞ്ഞു. ഇന്ന് കർഷക ചന്ത ഇന്നലെ മുതൽ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. 6-ാം തീയതി 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ്, തിരുവോണത്തിൻ്റെ തലേന്ന് വരെയുള്ള ദിവസങ്ങളിലേക്കായിട്ടാണ് കർഷക ചന്ത ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ഈ ഓരോ ഉത്സവങ്ങൾ, ആഘോഷങ്ങളുള്ള സമയങ്ങളിലാണ് മാർക്കറ്റിൽ ഈ ഓരോ ഐറ്റം സാധനങ്ങളുടെയും വില ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കായ ആളുകൾക്ക് സാധാരണ വാങ്ങുന്നതിൽ നിന്നും ഉയർന്ന വിലക്ക് വാങ്ങേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. അത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ ഇങ്ങനെ ഈ രീതിയിലുള്ള സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുള്ള കേരള അഗ്രോ കമ്പനി, അതുപോലെ തന്നെ കാപ്കോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ അവരൊക്കെ സ്വരൂപിക്കുന്ന കൃഷിക്കാരിൽ നിന്നും സ്വരൂപിക്കുന്ന പച്ചക്കറികൾ, പ്രത്യേകിച്ച് ഓണമാകുമ്പോൾ നമുക്കറിയാം പച്ചക്കറി എന്നുള്ളത് സദ്യക്കൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റുകളാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.